എടോ, ഞാനാണ് കുള്ളൻ കുടുംബം. ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ പിന്നെ സ്റ്റാർ ആവും. പിന്നെ സൂപ്പർ സ്റ്റാർ, പിന്നെ മെഗാ സ്റ്റാർ ആയി മാറുന്നത് ആർക്കും തടയാൻ കഴിയില്ല. അത്രയ്ക്ക് പവർ ഉണ്ട് എനിക്ക്. എനിക്കത് ആലോചിക്കുമ്പോ വല്ലാണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ വലിയ സംരംഭത്തിൽ എന്റെ പേരും വരുമല്ലോ. എനിക്ക് എന്തായാലും അങ്ങയോടൊപ്പം പണിയെടുക്കണം. അങ്ങക്ക് എന്തായാലും എന്റെ ചന്ദ്രനിലെ ചന്തു എന്നുള്ള സ്റ്റോറി ഇഷ്ടപ്പെടും. നിന്റെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിന്റെ സ്റ്റോറി എന്റെ പേരിൽ മാത്രമേ പുറത്തു വരൂ. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന്റെ ക്രെഡിറ്റ് വേണം. നോ നെയിം നോ ജോലി. ഒരിക്കലുമില്ല. നീ എന്താ കരുതിയത്? ഇന്നലെ വന്ന ഒരു റൈറ്റർ എന്റെ അടുത്ത് ക്രെഡിറ്റ് ചോദിക്കുമോ? ശരി, തനിക്ക് ഞാൻ സ്റ്റോറി തരുന്നില്ല. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ തല്ലുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങോട്ട് നോക്ക്. അയ്യോ, ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കേ. ദാ റൈറ്റർ താഴെ വീണു. ഇത്രയും വലിയ കൊക്കയിലല്ലേ വീണിരിക്കുന്നത്, രക്ഷപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ താഴെ വന്യമൃഗങ്ങളുമുണ്ട്. OMG. ഓ, എന്തായാലും നന്നായി. ആരെങ്കിലും ഒന്ന് വേഗം പോയി പോലീസിനെ വിളിക്ക്. ഇനി ഈ പടം നിർമ്മിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ല. എന്തായാലും ഈ കഥ വെച്ച് ഞാനൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കൊടുക്കും. ഹോളിവുഡിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറായി ഞാൻ മാറുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കലക്ക് കലക്കും ഈ കള്ളൻ കുഞ്ഞ്. ഉറക്കം വരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നാൽ ഞങ്ങളുടെ ന്യൂസ് കാണാൻ മറക്കരുത്. ഹോളിവുഡ് പ്രൊഡ്യൂസർ കള്ളൻകുഞ്ഞിന്റെ സെറ്റിൽ ഒരു അത്യാഹിതമുണ്ടായി. യങ് ആൻഡ് ടാലന്റഡ് ഹണി അവിടെ വെച്ച് കൊക്കയിലേക്ക് വീണു. ഇവിടെ വരൂ, ഈ ന്യൂസ് വായിക്കൂ. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്ന് പറയൂ. എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, എന്റെ ആളിയ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. അതെ, നീ വിഷമിക്കാതിരിക്കെ. നമുക്ക് ഉടൻ തന്നെ പോയി അവനെ അന്വേഷിച്ച് കണ്ടെത്താം. സംശയമുണ്ടോ? ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡെ കോൾ ചെയ്യാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എന്റെ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. വലിയ, നീ സുരക്ഷിതനാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നീ ധൈര്യം കൈവിടരുത്. നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു.